LDC 2024 രണ്ടാമത്തെ ഘട്ടമായിട്ടുള്ള രണ്ടാമത്തെ സ്റ്റേജായിട്ടുള്ള കൊല്ലം കണ്ണൂർ ജില്ലയിൽ ഇന്ന് നടന്ന പരീക്ഷയിലെ ഇംഗ്ലീഷ് ചോദ്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. അതിൽ ആദ്യത്തെ ചോദ്യം, ഫൈൻഡ് ഔട്ട് ദ കറക്റ്റ് സ്പെല്ലിംഗ്. താഴെ തന്നിരിക്കുന്നതിൽ കറക്റ്റ് സ്പെല്ലിംഗ് ഏതെന്നാണ്. ഹാൻഡ് കർച്ചീവ്സ് ആണ് ചോദ്യമായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഹാൻഡ് കർച്ചീവ്സിൻ്റെ കറക്റ്റായിട്ടുള്ള സ്പെല്ലിംഗ് ഏതാണ്? അപ്പോൾ നമുക്ക് ഡൗട്ട് വരുന്നത് FES, ഓപ്ഷൻ എയും ഡൗട്ട് വരാം, ഓപ്ഷൻ ബിയും വരാം. VES വരാറില്ല. അപ്പോൾ FES ആണോ വരേണ്ടത്, FS ആണോ വരേണ്ടത്, അതാണ് നമ്മൾ നോക്കുന്നത്. അതിൽ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി FS ആണ്, FS. അപ്പോൾ ഹാൻഡ് കർച്ചീവ്സ് അതാണ് ഉത്തരമായിട്ട് വരുന്നത്. രണ്ടാമത്തത് ഇഡിയോവുമായി ബന്ധപ്പെട്ടൊരു ചോദ്യമാണ്. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് എ ഡോഗ് ഇൻ ദി മാഞ്ചർ പോളിസി? അതായത് ഒരാൾ മറ്റൊരാളുടെ നമുക്ക് ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടുന്നു, മറ്റുള്ളവരുടെ അഫെയറിൽ ഇടപെട്ട് അതിനെയൊക്കെ നശിപ്പിച്ച് കളയുന്നു, അതിനെയാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഓപ്ഷൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓപ്ഷൻ ഡി ആണ്. എ മാൻ ഹൂ പ്രിവെൻറ്റ് അതേഴ്സ് ഫ്രം എൻജോയിങ് സംതിങ്. എന്തെങ്കിലും സന്തോഷിക്കാനുള്ള മറ്റുള്ളവരുടെ വകയൊക്കെ ഇല്ലാതാക്കി കളയുന്ന പുളിസി. അപ്പോൾ അതാണ് ഓപ്ഷൻ ഡി ആണ് ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, സ്പോട്ട് ദ എറർ പാർട്ടാണ്. തെറ്റായിട്ടുള്ള ഭാഗം കണ്ടെത്തുക എന്നാണ്. ആൾദോ ഹി, എ പാർട്ട് ആൾദോ ഹി ലെഫ്റ്റ് ഹോം എയർലി. അടുത്ത ബി പാർട്ട് എന്ന് പറയുന്നത് ബട്ട് ഹി റീച്ച്ഡ് സ്കൂൾ ലേറ്റ്. സി അടുത്ത ഡി പാർട്ട് എന്ന് പറയുന്നത് നോ എറർ. അപ്പോൾ എ പാർട്ട് എന്ത് ചെയ്യുന്നു, അവിടെ ആൾദോയിൽ തുടങ്ങുന്ന സെനൻസുകളാണ്. അപ്പോൾ ആൾദോ വരുന്ന സെനൻസിൽ വീണ്ടും ഒരു ബട്ട് വരേണ്ട സാധ്യത ഇല്ല, ബട്ട് വരണ്ട. കാരണം ആൾദോയും ബട്ടും ഒക്കെ മീനിങ് എന്ത് ചെയ്യുന്നുണ്ട്, ഏകദേശം ഈക്വലാണ്. അതുകൊണ്ട് ബട്ട് ചേർക്കേണ്ട സാധനം ഇല്ല. അതുകൊണ്ട് തന്നെ ബട്ട് വരുന്ന ഭാഗം ഓപ്ഷൻ ബി ആണ് തെറ്റായിട്ട് വരുന്നത്. ഓപ്ഷൻ ബി തെറ്റാണ്. അടുത്തതാണ് ഫെസിമെയിൽ. ഫെസിമെയിൽ എന്ന് പറയുന്നതിൻ്റെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഫോറിൻ വേർഡാണ് തന്നിരിക്കുന്നത്. ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ഫെസിമെയിൽ എന്ന് പറഞ്ഞാൽ എക്സാക്റ്റ് കോപ്പി, കറക്റ്റായിട്ടുള്ള കോപ്പികളെയാണ് ഫെസിമെയിൽ. നമ്മൾ പരീക്ഷയൊക്കെ എഴുതുമ്പോഴത്തേക്കും അടുത്തിരിക്കുന്ന ആളുടെ അതേ പേപ്പർ പോലെ നമ്മൾ എഴുതി വയ്ക്കുക. അപ്പോൾ എക്സാക്റ്റ് കോപ്പി, കറക്റ്റ് കോപ്പി എന്നാണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത റിപ്പോർട്ടഡ് സ്പീച്ചുമായി ബന്ധപ്പെട്ടൊരു ചോദ്യമാണ് തന്നിരിക്കുന്നത്. നവീൻ സെഡ് നീഡ് ഐ ഗോ അറ്റ് വൺസ്. നീഡ് ഐ ഗോ അറ്റ് വൺസ്. അപ്പോൾ നമുക്കറിയാം റിപ്പോർട്ട് സ്പീച്ച് ഡബിൾ ഇൻവെർട്ടർ കോമയ്ക്കുള്ളിൽ ഓക്സിലറി വെർബിലോ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ വേർഡിലോ തുടങ്ങുന്ന സെൻറ്റൻസുകളെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു, ഇൻ്ററോഗേറ്റീവ് സെൻറ്റൻസുകൾ എന്ന് വിളിക്കുന്നു. ഇത്തരം സെൻറ്റൻസുകൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്തുപയോഗിച്ചിരിക്കണം, ആസ്ക്ഡ് എന്ന റിപ്പോർട്ടിംഗ് വെർബ് ഉപയോഗിച്ചിരിക്കണം. അതുകൊണ്ട് തന്നെ നമുക്ക് ഏതൊക്കെ ഓപ്ഷൻ വെട്ടിക്കളയാം, എ ഓപ്ഷൻ വേണ്ട, അതുപോലെ ഏത് ഓപ്ഷനും വേണ്ട, ബി സി ഓപ്ഷനും വേണ്ട. ഇനി നമുക്കുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് ബിയും ഉണ്ട്, ഏതുകൊണ്ട്, ഡിയും ഉണ്ട്. ഇനി ഇതിൽ ഏതാണെന്ന് എങ്ങനെ കണ്ടെത്താം? ഇനി ക്വസ്റ്റ്യൻ വേർഡിൽ അല്ല ഓക്സിലറി വെർബിൽ തുടങ്ങുന്ന സെൻറ്റൻസുകളാണ് വരുന്നതെങ്കിൽ അത് ഇഫ് അല്ലെങ്കിൽ വെദർ ഉപയോഗിച്ചിരിക്കണം. അതിലെന്ത് ഉപയോഗിച്ചിരിക്കണം, ഇഫ് അല്ലെങ്കിൽ വെദർ ഉപയോഗിച്ചിരിക്കണം. ഇപ്പോൾ ഓപ്ഷൻ ബിയിലും ഓപ്ഷൻ സിയിലും ഇഫ് ഉപയോഗിച്ചിട്ടുണ്ട്. ഇനി അടുത്ത് നമ്മൾ നോക്കേണ്ടത് സബ്ജക്റ്റുകളായിട്ട് ഐ അല്ലെങ്കിൽ വി ആണ് വരുന്നതെങ്കിൽ സെഡിന് മുന്നിലുള്ള സബ്ജക്റ്റ് ഏതാണോ അതാക്കി മാറ്റുക. ഇപ്പോൾ സെഡിന് മുന്നിൽ കിടക്കുന്ന സബ്ജക്റ്റ് ഏതാണ്, സെഡിന് മുന്നിൽ നവീൻ. നവീൻ എന്ന് പറയുന്നത് ഹി ആണാണ്, അതുകൊണ്ട് ഹി ആക്കി മാറ്റി. അപ്പോൾ ഹി വരുന്ന ഓപ്ഷൻ ഏതേ ഉള്ളൂ, ഒന്നാമത് ബി ഓപ്ഷനിൽ ഐ ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഐ വരില്ല, ഐ മാറി ഹി ആവും. അതുകൊണ്ട് ഡി ഓപ്ഷനാണ് ഉത്തരമായിട്ട് വരുന്നത്. അടുത്തത് ക്വസ്റ്റ്യൻ ടാഗുമായി ബന്ധപ്പെട്ടൊരു ചോദ്യമാണ് തന്നിരിക്കുന്നത്. നൺ ഓഫ് ദ വർക്ക്മെൻ അറൈവ്ഡ്. ഇപ്പം നണ്ണ് വരുന്ന സെൻറ്റൻസുകളിൽ നോ, നണ്ണ്, നോബഡി ഇത്തരത്തിലുള്ള വാക്കുകളൊക്കെ സെൻറ്റൻസിൽ സബ്ജക്റ്റായി വന്നു കഴിഞ്ഞാൽ നെഗറ്റീവ് വേർഡുമാണ്. അതുപോലെ തന്നെ ഈ വാക്കുകൾക്ക് പകരം ദേ സബ്ജക്റ്റായിട്ട് എടുക്കാം. ഇനി ഓക്സിലറി വെർബ് നോക്കിയപ്പോൾ ഓക്സിലറി ഇല്ല, അറൈവ്ഡ് ആണ് അവിടെ കിടക്കുന്നത്. അറൈവ്ഡ് എന്ന് പറയുന്നത് V2 ഫോമിലെ വെർബാണ്. അതുകൊണ്ട് തന്നെ അതിനകത്ത് ഒളിഞ്ഞിരിക്കുന്ന ഓക്സിലറി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡിഡ് ആണ്. അപ്പോൾ നമുക്ക് ഉത്തരം എന്ത് കിട്ടും, ഡിഡ് ദേ ഉത്തരമായിട്ട് കിട്ടും. ഓപ്ഷൻ സി ആണ് ഉത്തരമായിട്ട് വരുന്നത്. അടുത്തത് ലെപ്റ്റോസ്പൈറോസിസ് ഈസ് റിലേറ്റഡ് വിത്ത്. ഇപ്പോൾ ലെപ്റ്റോസ്പൈറോസിസ് എന്ന് പറയുന്നത് ഈസ് എ ഡിസീസ് കോസ്ഡ് ബൈ ദി യൂറിൻ. നമ്മൾ മൂത്രത്തിൽ നിന്ന് പകരുന്ന അസുഖങ്ങളാണ്. ഏതിൻ്റെ മൂത്രത്തിൽ നിന്ന് പകരുന്ന അസുഖങ്ങളാണ്,
റാറ്റിൻ്റെ മൂത്രത്തിൽ നിന്ന് പകരുന്ന അസുഖങ്ങൾക്ക് പറയുന്ന പേരാണ് ലെപ്റ്റോസ്പൈറോസിസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ ഡിസീസാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ പറയാം, അപ്പോൾ റാറ്റുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പോൾ ലെപ്റ്റോസ്പൈറോസിസ് ഈസ് റിലേറ്റഡ് വിത്ത് റാറ്റ്. അടുത്തത് ആർട്ടിക്കിളുമായി ബന്ധപ്പെട്ടതാണ്. നമ്മൾ ഒരു പ്രൊവർബ് കൂടിയായിരുന്നു. ഡാഷ് ബേർഡ് ഇൻ ഹാൻഡ് ഈസ് വർത്ത് 2 ഇൻ ഡാഷ് ബുഷ്. അപ്പോൾ നമുക്ക് എ ബേർഡ് ഓപ്ഷനിൽ എ ഓപ്ഷൻ വരുന്നത് എയും ഉണ്ട്, അതുപോലെ നമുക്ക് ഡിയും ഉണ്ട്. രണ്ടാമത്തത് ദായാണ് വരേണ്ടത്. അപ്പോൾ ഏതായിരുന്നു ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. അടുത്തത് ഹീ ഈസ് ബീയിങ് അക്യൂസ്ഡ് ഡാഷ് തെഫ്റ്റ്. നോക്കിയോ, അക്യൂസ്ഡ് എന്ന് പറയുന്ന ഒരു ഫിക്സഡ് പ്രിപ്പോസിഷനാണ്. അക്യൂസ്ഡ് കഴിഞ്ഞിട്ട് ഓഫ് എന്ന് പറയുന്നത് പ്രിപ്പോസിഷനായിട്ട് വരുന്നു. അക്യൂസ്ഡ് ഓഫ് ആണ് വരുന്നത്. അടുത്തത് നമ്മുടെ പാസീവ് വോയിസുമായി ബന്ധപ്പെട്ടൊരു ചോദ്യമാണ് തന്നിരിക്കുന്നത്. ദേ ഹാവ് കോൺട്രാക്റ്റഡ് എവരി വൺ കൺസേൺഡ്. ഓക്കെ, കൺസേൺഡ് തന്നിരിക്കുന്ന ചോദ്യത്തിൽ പാസീവ് വോയിസുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് തന്നിരിക്കുന്നത്. ദേ ഹാവ് കോൺട്രാക്റ്റഡ് എവരി വൺ കൺസേൺഡ്. നോക്കിയോ, അപ്പോൾ അതിൽ നമുക്ക് തന്നിട്ടുണ്ട് ഹാവ് വരുന്ന സെൻറ്റൻസുകളിൽ നമ്മൾ ബീൻ പാസീവ് വോയിസിൽ ഉപയോഗിച്ചിരിക്കണം. ഇതിൽ ദേ എന്ന് പറയുന്ന സബ്ജക്റ്റ് ആണ്. അപ്പോൾ ബീൻ വരുന്ന എത്ര ഓപ്ഷൻ ഉണ്ട്? എന്ത് ചെയ്യും? തന്നിരിക്കുന്ന ഓപ്ഷനിൽ 3 ഓപ്ഷനിൽ ബീൻ ഉണ്ട്. ഇനി നമ്മൾ അടുത്ത് നോക്കേണ്ടത് തന്നിരിക്കുന്ന ഓപ്ഷനിൽ എന്ത് ചെയ്യുന്നു? ഒബ്ജക്റ്റിനനുസരിച്ച് എന്ത് ചെയ്യുന്നുണ്ട്? ബീൻ വരുന്ന ഓപ്ഷനുണ്ട്. അപ്പോൾ ഒബ്ജക്റ്റിനനുസരിച്ചാണ് നമ്മൾ എന്ത് എഴുതേണ്ടത്? പാസീവ് വോയിസ് എഴുതേണ്ടത്. ദേ എന്ന് പറയുന്ന സബ്ജക്റ്റ്, ഹാവ് എന്ന് പറയുന്ന ഓക്സിലറി വെർബ്, കോൺട്രാക്റ്റഡ് എന്ന് പറയുന്നത് വെർബ്, എവരി വൺ കൺസേൺഡ് എന്ന് പറയുന്നത് കൺസേൺഡ് എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നു എന്ന് പറയുന്നത് ഒബ്ജക്റ്റ് പാർട്ടാണ്. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? അവിടെ ഒബ്ജക്റ്റ് ആയിട്ടുള്ള എവരി വൺസ് കൺസേൺഡ് എന്ന് പറയുന്നത് ഒബ്ജക്റ്റ് ആയിട്ട് എടുത്തെഴുതുന്നു. അത് കഴിഞ്ഞിട്ട് അത് പ്ലൂറൽ ആയതുകൊണ്ട് നമ്മൾ എന്തെന്ന് പറയുന്നു? അവിടെ ഹാവ് തന്നെ ഉപയോഗിക്കുന്നു. അതുകൊണ്ട് ബീൻ ഹാവിനോടൊപ്പം ബീൻ ചേർത്ത് പറയുന്നു. അങ്ങനെ വരുന്ന ഓപ്ഷൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബി ഓപ്ഷനാണ് ഉത്തരമായിട്ട് വരുന്നത്. ഓപ്ഷൻ ബി ആണ് ഉത്തരമായിട്ട് വരുന്നത്. എവരി വൺ കൺസേൺഡ് ഹൗ ബീൻ കോൺട്രാക്റ്റഡ് ആണ് അവിടെ ഉത്തരമായിട്ട് വരുന്നത്. ബൈ ദം വേണമെങ്കിൽ എഴുതാം, ഇതിൽ ഓപ്ഷനിൽ വന്നിട്ടില്ല. ഓക്കെ.